മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. ഇത്രയും കാലം നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ. ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായി എന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്. ഇന്ന് ഞാൻ കൊല്ലുവാടാ കള്ള. അത്രയ്ക്കായോ? എന്താ ഇവിടെ? ഈ കള്ളൻ എന്റെ കടയിൽ നിന്ന് മുട്ട മോഷ്ടിച്ചു. ഇവനെ തല്ലിയാ പോരാ. എന്നെ തല്ലല്ല ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി മേലിൽ ഞാൻ ഇവിടുന്ന് മുട്ട മോഷ്ടിക്കില്ല, സത്യം. വിട്ടേക്ക് ചേട്ടാ, പറഞ്ഞത് കേട്ടില്ലേ, അബദ്ധം പറ്റിയതാണെന്ന്. പാവം, നല്ല മുട്ടയായിരിക്കുമെന്ന് കരുതിയാവും മോഷ്ടിച്ചത്. സോറി മോനെ. എനിക്കാണ് തെറ്റുപറ്റിയത്. ഞാനാണ് സോറി പറയേണ്ടത്. സോറി ചേച്ചി. അയ്യോ അല്ല, മോനൊരു നല്ല കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സത്യത്തിൽ എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത്. ഐ ആം റിയലി സോറി. ഞാൻ റോങ് സൈഡ് ആയിരുന്നു. അല്ലല്ല, ഞാൻ തന്നെയാ അബദ്ധം കാണിച്ചത്. സോറി. അല്ല മോനെ, ഞാനാണ് അബദ്ധം കാണിച്ചത്. സോറി. പ്ലീസ് ചേച്ചി, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ പോലെ വിവരമില്ലാത്ത സ്ത്രീ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ ഏതെങ്കിലും ഇടവഴി കൂടെ ഞാൻ രക്ഷപ്പെടേണ്ടതായിരുന്നു. ഞാൻ തന്നെ അബദ്ധം കാണിച്ചത്. സോറി. അല്ല, ഇത് നമ്മുടെ രാമൻ ചേട്ടന്റെ വീടല്ലേ? അതെ. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? രാമന്റെ അമ്മായിയമ്മയെ അവരുടെ പശു ചവിട്ടിക്കൊന്നു. അതാ ഇത്രയും ആൾക്കൂട്ടം. അത് ശരി. ഇവരെല്ലാവരും ആ പശുവിനെ വിലയ്ക്ക് വാങ്ങാൻ വന്നതാ. ആദ്യ നോട്ടത്തിൽ തന്നെ കുട്ടിയെ എനിക്ക് ഇഷ്ടായി. നമ്പർ തരുമോ? എടാ തെണ്ടിച്ചക്ക, ഞാൻ ആരാണെന്നറിയോ? ആരാ? ഞാൻ ഇവരുടെ അമ്മയാ. ക്ഷമിക്കണം ചേച്ചി, എനിക്ക് മകളെയാ ഇഷ്ടമായത്. ടിൻഡു, അവിടെ നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. കാശാണെങ്കിൽ സോറി ടീച്ചർ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. നീ ഹെഡ് മാസ്റ്ററെ കുറിച്ച് എന്തെല്ലാം തോന്നിയവാസമാ പറഞ്ഞുണ്ടാക്കിയത്? ഞാനൊന്നും പറഞ്ഞുണ്ടാക്കിയില്ല. അയാൾ ഒരു കള്ളനാണെന്ന് നീ പറഞ്ഞു വരുത്തിയില്ലേ? ഇല്ല. അദ്ദേഹം ഒരു തെമ്മാടിയാണെന്നും കഴുതയുടെ ബുദ്ധി ഉള്ളൂന്ന് നീ കൂട്ടുകാരോട് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിന് അപമാനമാണെന്ന് നീ പറഞ്ഞു വരുത്തിയില്ലേ? അയ്യോ, ഞാനിങ്ങനെയൊന്നും പറഞ്ഞില്ല. എടാ കുരുത്തം കെട്ടവനെ, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഒരു വായി നോക്കിയാണെന്നും അധ്യാപികമാരെ ശല്യം ചെയ്യാറുണ്ടെന്നും നീ മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തിയില്ലേ? അയ്യോ ടീച്ചർ, ഇക്കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. ടീച്ചർ പറഞ്ഞതാണ്, പ്രത്യേകം പറയാം.